ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും രക്ഷാബന്ധൻ ആശംസകൾ. ഈ രക്ഷാബന്ധൻ സഹോദരനും സഹോദരിയും തമ്മിലുള്ള സ്നേഹവും ഐക്യവും ദൃഢതയും പ്രൊട്ടക്ഷനും എല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു ഉത്സവം കൂടിയാണ്. ഹിന്ദു പുരാണങ്ങളിലെല്ലാം രക്ഷാബന്ധനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട്. ഇന്ന് ഉത്തരേന്ത്യയിൽ എന്ന് തന്നെയല്ല, എല്ലായിടവും തന്നെ ഈ രക്ഷാബന്ധൻ ആഘോഷിക്കുന്നുണ്ട്. ഈ രക്ഷാബന്ധ ദിവസത്തിൽ സഹോദരി സഹോദരൻ്റെ അടുക്കൽ ചെന്ന് ഈ രാഖി കൈത്തണ്ടിൽ കെട്ടിക്കൊടുക്കുന്നു. ഈ രാഖി വൂളനോ സിൽക്കോ ഒക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ സഹോദരൻ സഹോദരി ആശീർവദിക്കുകയും ഒരുപാട് സ്നേഹസമ്മാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. ഇതാ ഞങ്ങളും 2-3 രാഖി വാങ്ങിയിട്ടുണ്ട്. സഹോദരിയുടെ സംരക്ഷണവും തമ്മിലുള്ള മാനസിക ഐക്യവും ദൃഢതയും എല്ലാം ഉറപ്പ് വരുത്തുന്നതാണല്ലോ ഈ രാഖി കെട്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരി ബന്ധം കാക്കാൻ രക്തബന്ധം ആകണമെന്നില്ല. പരസ്പരം അല്ലാതെയും എല്ലാവരും സഹോദരനും സഹോദരിയുമായി തുല്യത കണ്ടിട്ട് രാഖി കെട്ടാറുണ്ട്. ഈ സാഹോദര്യം എല്ലാവരുടെയും കണ്ണുകളിൽ ഉണ്ടാകട്ടെ. ഇനി നമ്മുടെ ഒരു സഹോദരിയും ആക്രമിക്കപ്പെടാതിരിക്കട്ടെ. ദുശാസനൻ്റെയും ദുര്യോധനൻ്റെയും മുമ്പിൽ ദ്രൗപദിയുടെ മാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവളുടെ ചേലിയുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ച് അവളുടെ മാനം കാത്തതും ഹിന്ദു പുരാണങ്ങളിലുണ്ടല്ലോ. എല്ലാ ഉത്സവങ്ങളുടെയും തലേ ദിവസം ഇങ്ങനെയാണ് ഞങ്ങളുടെ മാർക്കറ്റുകൾ. രക്ഷാബന്ധൻ്റെ തലേദിവസത്തെ മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം ഇങ്ങനെയൊക്കെയാണ്. എല്ലാ ആഘോഷങ്ങളും ഉത്തരേന്ത്യക്കാർക്ക് ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മലയാളികൾ ആരും ഇത്രത്തോളം ആഘോഷങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രാധാന്യത്തോടെ കൊണ്ട് നടക്കുന്നില്ല. ഇവർ പണമുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാവരും അവരവരുടെ ചേരുന്ന രീതിയിൽ തന്നെ അവരുടെ ആഘോഷങ്ങൾ അത്രത്തോളം നന്നായിട്ടാണ് അവർ കൊണ്ടാടുന്നത്. ഈ കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങൾ ഇറങ്ങിയതാണ്. രാഖി വാങ്ങാൻ ഒരുപാട് ആൾക്കാർ എല്ലായിടത്തും ഈ രാഖി ചരട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് പേർ മെഹന്തി ഇടുന്നുണ്ട്. ഞങ്ങളും പോയി ഒരു കോൺ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിടാം എന്ന് കരുതി. കുറേ പേര് കുറച്ച് ആളുകൾ ഇവിടെ ഇരുന്ന് മെഹന്തി ഇടുന്നു. ഒരാൾ ഇട്ടത് എന്നെ കാണിച്ചതാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇടയ്ക്ക് ജലജീരപ്പാന് വിൽക്കുന്ന റേഡി, ഇങ്ങനെയെല്ലാം കണ്ട് ഞങ്ങൾ ഒടുവിൽ ഗോൾഗപ്പയും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഈ രാഖി കെട്ടുന്നത് രക്തബന്ധം വേണം എന്നില്ല. അത് പ്രവൃത്തി കൊണ്ടും മാനസിക ഐക്യം കൊണ്ടും സഹോദരനും സഹോദരിയുമാകാം. അങ്ങനെ ഞാനും പോയി രാഖി കെട്ടി ഞങ്ങളുടെ സാറിന്. എനിക്ക് അദ്ദേഹം ഗിഫ്റ്റും തന്നു. ഞാൻ സന്തോഷത്തോടെ ഞാനും മടങ്ങി. എല്ലാവർക്കും ഒരിക്കൽ കൂടി രക്ഷാബന്ധൻ ആശംസകൾ.